പറഞ്ഞു. ശരിയാണ്, ഗാനമേളയും മറ്റൊന്നും കൊണ്ടുവന്ന് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ അതൊരു ബിസിനസ് മൈൻഡിൽ കണ്ടെത്തിക്കൊണ്ട് അതിൽ നിന്നും ലാഭത്തിനേക്കാൾ ഉപരി ജനങ്ങളെ സേവിക്കുമ്പോൾ കിട്ടുന്ന മനസ്സിനെത്തുന്ന സന്തോഷം അത് മുൻനിർത്തി ഞാൻ നടന്നപ്പോൾ ദൈവമെല്ലാം കൂട്ടിച്ചേർത്തു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ എനിക്ക് കിട്ടുന്ന ഇൻകം ലാഭകരമായിട്ട് എനിക്ക് സുഖമായിട്ട് കുടുംബം ജീവിക്കാനും സമൂഹത്തിനിടയിൽ നല്ലൊരു മാന്യത ഉണ്ടാക്കണം. എവിടെ പ്രോഗ്രാം പോവുകയാണെങ്കിലും അവിടെ മുൻ സീറ്റിൽ എനിക്ക് സീറ്റാണ്. എവിടെ ഏത് പ്രോഗ്രാമിന് പോയാലും എത്ര വലിയ VIP പ്രോഗ്രാം ഉണ്ടെങ്കിലും എൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് അവർക്ക് എനിക്ക് സീറ്റ് തരാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഫ്രണ്ട് സീറ്റിൽ സീറ്റ്. പിന്നെ ഏത് കേരളത്തിലുള്ള അല്ലെ നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരുവിധം മിക്ക കലാകാരന്മാരായിട്ടും നല്ല ബന്ധം, അവരുമായിട്ട് ഫോണിലോ മറ്റുള്ള സംസാരിക്കാനുള്ള അവസ്ഥ. ഞാനൊരു കലാകാരനായിട്ടല്ല, ഇങ്ങനെ ചെറിയൊരു കലാകാരനാണ്. പക്ഷേ ഞാൻ ഈ കലാകാരന്മാരെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളൊരു കാര്യം മാത്രം ചെയ്തിട്ടുള്ളൂ. എൻ്റെ കലയ്ക്ക് വേണ്ടി വേറെ ഒന്നും ചെയ്തില്ല. ഇവരെ കോർഡിനേറ്റ് ചെയ്തു. ഇവിടെ കേരളത്തിലെ ആവശ്യം കലാകാരനല്ല, കോർഡിനേറ്ററാണ്. കോർഡിനേറ്റേഴ്സിനാണ് ഇവിടെ ഏറ്റവും ഷോർട്ടേജ്. കോർഡിനേറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് കലാകാരന്മാരോട് അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്നത്. ഇവരെ കോർഡിനേറ്റ് ചെയ്യുക, ഇതാണ് ഞാൻ ചെയ്തത്. അതിന് ദൈവം എനിക്ക് നല്ല പ്രത്യുപകാരം ചെയ്തു തന്നു. അത് പണ്ടത്തെ ഒരു ഭാഗവതർ അല്ലെങ്കിൽ ഒരാളോ പണ്ട് പഠിപ്പിച്ചു. പണ്ടൊക്കെ ക്ലാസിക്കൽ പാട്ടുകൾ മാത്രമേ പാടാൻ പാടുള്ളൂ, സിനിമാ പാട്ടുകൾ പാടാൻ പാടില്ല, സിനിമാ പാട്ടുകൾ പാടില്ല എന്ന് ഭാഗവതന്മാർ പറയാം. പക്ഷേ ഇന്ന് ആ കാലം മാറി. ഇന്നിപ്പോൾ സിനിമാ പാട്ടുകളിൽ കൂടെയാണ് പലരും പ്രശസ്തരായിരിക്കുന്നത്, ഇപ്പോഴും പ്രശസ്തരായിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ചമ്പേ സംഗീതോത്സവം പോലത്തെയോ അല്ലെങ്കിൽ മറ്റുള്ള സംഗീത കച്ചേരികളിലോ പോയിട്ട് ആരും പ്രശസ്തനാവുന്നില്ല. ഈ TV ഷോസിലായെങ്കിലും മറ്റുള്ള ഷോസുകളിലും വരുന്നൊക്കെ സിനിമ പാട്ടുകൾ പാടിക്കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഗീതജ്ഞന്മാരാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. കാരണം അപ് ടു ഡേറ്റ് പോകുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നു. അതിൻ്റെ ഒരു സ്റ്റേജ് പെർഫോമിങ്, കല എപ്പോഴും പെർഫോമിംഗ് ആർട്ടാണ്. ആ പെർഫോം ചെയ്യാനുള്ള അവസരം അവൻ എവിടെ കൊടുക്കുന്നു അവിടെയാണ് കലാകാരന് പൂർണ്ണത എത്തുന്നുള്ളൂ. അതാണ് നമ്മൾ കൊടുക്കുന്നത്. അത് പെർഫോം ചെയ്യുന്ന മാഷുമാർ പഠിപ്പിക്കുമ്പോൾ അവർക്ക് എത്രയും വേഗം കുട്ടികളെ പെർഫോം ചെയ്യിപ്പിക്കാൻ നോക്കും. അപ്പോൾ കുറേ ഡ്രാഗ് ചെയ്യിക്കില്ല. 2 കൊല്ലം 3 കൊല്ലം ഒന്നും പഠിപ്പിക്കേണ്ട. 2 മാസം 3 മാസം കൊണ്ട് തന്നെ ടാലൻ്റുള്ള കുട്ടികളെ നമ്മൾ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തിട്ട് കോമ്പറ്റീഷൻസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. 6 മാസം പറ്റും, ചിലപ്പോൾ 6 കൊല്ലം 7 കൊല്ലമൊക്കെ പണ്ട് പഠിപ്പിച്ചിരുന്നു. എന്നിട്ടും അവർക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. ഇവിടെ പഠിപ്പിക്കുകയാണെങ്കിൽ സ്കില്ലുള്ള കുട്ടിയാണെങ്കിൽ 1 കൊല്ലത്തിനുള്ളൊക്കെ നമുക്ക് സുന്ദരമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റും. കാരണം അവനെ പഠിപ്പിക്കുന്നത് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. ഇന്നും അപ് ടു ഡേറ്റ് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റ്. അതുകൊണ്ടാണ്